ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 36-ാം വാക്യം. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുത്. ഇത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ നമ്മളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ. എന്താണത്? എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എപ്പോഴും നന്മയിൽ വിശുദ്ധിയിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യമില്ല. നമ്മളൊക്കെ ജീവിക്കാറുണ്ടല്ലേ, എല്ലാ സുഖങ്ങൾക്കും അടിമപ്പെട്ട് എല്ലാ പാപങ്ങളും ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കും. ചിലരോടൊക്കെ ചോദിച്ചാൽ ചിലർ പറയാച്ചാ ഇനി സമയമുണ്ടല്ലോ, അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിക്കൊള്ളാം, ഇപ്പോഴൊക്കെ ഈ വഴിക്ക് ഞാൻ പോട്ടെ, എല്ലാ സുഖങ്ങളും പിന്നാലെ ഞാൻ ഓടിക്കോട്ടെ, ഇച്ചിരി കൂടെ പ്രായമൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിച്ച് ജീവിച്ച് കടന്നു പോവാം. ചിലരൊക്കെ മറുപടി പറയാറുണ്ടല്ലേ, ആ സമയത്ത് നീ ഉണ്ടാവുമോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, അവൻ പെട്ടെന്ന് കയറി വരും, ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കാം. ഈ ഒരു ചിന്ത ഉണ്ടാവണം. അടുത്ത ഒരു സെക്കൻഡ് എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ നിമിഷം എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജാഗ്രതയുണ്ടോ, എൻ്റെ ജീവിതം വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് പോയി കുമ്പസാരിക്കാം എന്ന് ചിന്തിക്കരുത്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കുവാൻ തക്കവിധം വിശുദ്ധിയോടുകൂടി ജാഗ്രതയോടുകൂടി നിദ്രാധീനരായിട്ട് ഉണർവോടുകൂടി ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ ഉണർവ് നഷ്ടപ്പെട്ടു, ഈ ജാഗ്രത നഷ്ടപ്പെട്ടുകൊണ്ട് പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എപ്പോഴാണ് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നത്? നോമ്പുകാലം വരുന്നുണ്ടല്ലേ, പലരും മാറ്റി വെച്ചേക്കും. എന്താണ്? കുമ്പസാരം മാറ്റിവെച്ച് ആണ്ടിൽ ഒരിക്കൽ എങ്കിലും കുമ്പസാരിക്കണം. എപ്പോഴത്? നോമ്പുകാലത്തേക്ക്. തിരുസഭയുടെ കൽപ്പനയല്ലേ, ഈ കൽപ്പന നമ്മൾ കൃത്യമായിട്ട് പാലിക്കും. നോമ്പുകാലം വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് മാത്രം ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. നോമ്പുകാലത്ത് മാത്രമല്ല കേട്ടോ ഈ വിശുദ്ധി വേണ്ടത്. എൻ്റെ ജീവിതത്തിൽ അനുദിനം അനുനിമിഷം ഓരോ സെക്കൻഡിലും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. കാരണം എൻ്റെ ദൈവം എന്നെ എപ്പോഴാണ് തിരിച്ചു വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വിളിച്ചാൽ എനിക്ക് സ്വർഗരാജ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം എൻ്റെ ദൈവം എൻ്റെ ഫ്രണ്ടിൽ വന്നത്, മോനെ നിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നീ പോരെ എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താ? ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ, അതോ താഴെ നരകത്തിൽ അഗ്നിക്കിരയാകേണ്ടതായിട്ട് വരുമോ? നമ്മൾ തന്നെ ചിന്തിക്കണം. ഇടയ്ക്കൊക്കെ ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികത ചിന്തിക്കണം. ഇത് ചിന്തിച്ചാൽ പലരുടെ അഹങ്കാരമൊക്കെ അങ്ങ് മാറും, സ്വാർത്ഥതയൊക്കെ ഒന്ന് മാറും, ജീവിതത്തിൽ ഞാനെന്ന ഭാവം മാറും. കാരണം ഏത് നിമിഷം എൻ്റെ ദൈവം എന്നെ വിളിക്കും എന്ന് അറിയാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എന്തിനാ ഈ കുന്നുകൂട്ടി വെച്ചേക്കുന്നത്? സമ്പാദ്യങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുക അല്ലേ? സമ്പാദിക്കാനായിട്ട് നമുക്കറിയാം, ഈ കുന്നുകൂട്ടി വെച്ചേക്കുന്ന എന്തേലും കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകണം. കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താ? ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത പുണ്യപ്രവർത്തികളുമായിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും വിശുദ്ധിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ജാഗ്രത വീണ്ടെടുക്കാം. ഏത് നിമിഷവും എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ ആ നിമിഷം സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് പോകുവാനായിട്ട് പറ്റണം. ഈശോയുടെ ഒപ്പം ഇരിക്കുവാൻ തക്ക വിധം ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, ഭൗതിക സുഖങ്ങളിൽ നിന്ന് അകന്ന് ശാന്തമായി ജീവിക്കുവാനായിട്ട്, നന്മയുടെ വഴിയെ നടക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.